ആശ മരിച്ചു എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. മറ്റാരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നോ? ആരെങ്കിലും മിസ്സിംഗ് ആണോ? അത് ആരാണ്? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? കൊല്ലപ്പെട്ട മുഹമ്മദ് ആഷാമും മറ്റൊരാളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീടിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള പരിശോധനയാണ് നിലവിൽ നടന്നു വരുന്നത്. വീട് പൂർണ്ണമായും തകർന്നതുകൊണ്ട് തന്നെ അത്രയധികം കല്ലും ഓടുമേഞ്ഞ വീടാണ്. ഓടും അതുപോലെ മരത്തിൻ്റെ കഷ്ണങ്ങളുമൊക്കെ കൂടിക്കിടക്കുകയാണ്. അതൊക്കെ പൂർണ്ണമായും മാറ്റി പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പൂർണ്ണമായും മാറ്റിയാലാണ് അതിനിടയിൽ ആളുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെയാണ് അനൂപ് മാലിക്കിനെ കുറിച്ച് പറഞ്ഞത്. അനൂപ് മാലിക് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ടിൽ, അതായത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുക, മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന വകുപ്പാണ്. അതിൽ 7 കേസുകളിൽ പ്രതിയാണ്. ഇതേ രീതിയിൽ സമാനമായ ഒരു സ്ഫോടനം 2016 പുഴാതിയിൽ സ്ഫോടക വസ്തു ശേഖരിച്ചു വെച്ച സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് ഒരാൾ കൊല്ലപ്പെടുകയും അനൂപ് മാലിക്കിൻ്റെ തന്നെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി അനുമതിയില്ലാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം നടത്തി വന്ന ആളാണ്. ഇവിടെയും ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം ഒരു അനുമതിയും ഇല്ലാതെയാണ് നടന്നിരുന്നത്. തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇവിടെ പടക്കശേഖരങ്ങളുടെ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമാണ് നടന്നു വന്ന കാര്യത്തിൽ ഒരറിവും തന്നെ ഉണ്ടായിരുന്നില്ല. ആരൊക്കെയാണ് ഇവിടെ വന്നു പോകുന്നത് പോലും കൃത്യമായ അയൽക്കാർക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. എന്നോടൊപ്പം അയൽവക്കത്ത് തന്നെയുള്ളൊരു ചേച്ചിയും കൂടെ ചേരുന്നുണ്ട്. ഈ സ്ഫോടനത്തിൽ വീടിന് കേടുപാടുണ്ടോ? നമ്മളെ വീട്ടിൽ ലേശം ഷീറ്റ് അടിച്ചതാണ്. ഷീറ്റിൽ കുറച്ചിങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ പൊളന്നിട്ട് നിൽക്കുന്നുണ്ട്. മറ്റ് വേറെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. വീട് പഴയ വീടാണ്. എന്നാലും വീടിന് നിങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ആ റോഡ് മേലേക്കൂടെ വരുമ്പോൾ ഒരു വീടാണ് എന്നെ താർപ്പയ്യലിട്ട്. അതന്നെ എൻ്റെ വീട്. നമ്മളെ ചെറിയ കുഞ്ഞുണ്ടാവുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് പറിച്ചു വരും. രാഹുലിലേക്ക് തിരിച്ചു വരാം. സാരംഗിലേക്ക് കൂടി പോവുകയാണ്. സാരംഗ്, പ്രദേശവാസികൾക്കൊന്നും ഇവിടെ ഈ താമസിച്ചിരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ കുറിച്ച് വലിയ അറിവില്ല. രാത്രി വരുന്നു, രാവിലെ അവർ തിരിച്ചു പോകുമെന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഈ വീട്ടിൽ എന്താണ് നടന്നിരുന്നത് എന്ന് പ്രദേശവാസികൾക്ക് അറിയില്ലായിരുന്നോ? അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയൽക്കാരോടൊന്നും തന്നെ വലിയ തോതിൽ ബന്ധമില്ലാത്ത ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. കെട്ടിട ഉടമയോടടക്കം പയ്യന്നൂരിലെ സ്പെയർ പാർട്സ് കടയിലെ ജീവനക്കാരാണ് തങ്ങളെന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് അവർ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം പയ്യന്നൂരിലെ മറ്റൊരു വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറുമെന്നുള്ള സൂചനകൾ തന്നെയാണ് അവർ നൽകിയിരുന്നത്. പിന്നീട് വീട്ടുടമയും ഭാര്യയും ഇവിടെ എത്തി വീട് സന്ദർശിച്ച സമയത്ത് അത്തരത്തിൽ സംശയാസ്പദമായ രീതിയിലുള്ള ഒന്നും കാണുന്ന രീതിയൊന്നുമില്ലായിരുന്നു. അവർ വീട് മുഴുവൻ പരിശോധിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. എന്തായാലും നാടിനെ മുഴുവൻ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത്രത്തോളം വലിയ സ്ഫോടക വസ്തു ശേഖരം ഇവിടെ ശേഖരിച്ചിട്ടുണ്ടാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യമായൊരു നടുക്കം ഇപ്പോഴും നമ്മൾക്ക് ആളുകളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പുഴാതിയിൽ രാഹുൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ പുഴാതിയിലടക്കം നിരവധി തവണ ഇത്തരത്തിൽ അലക്ഷ്യമായി സ്ഫോടക സ്വഭാവമുള്ള വസ്തുക്കളൊക്കെ തന്നെ കൈകാര്യം ചെയ്തതിന് നിരവധി കേസെടുക്കപ്പെട്ട അനൂപ് മാലിക് അയാളുടെ ബന്ധു കൂടിയായിട്ടുള്ള ആശാം എന്ന ചാലാട് സ്വദേശിയാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിനകത്ത് അയാളുടെ മൃതദേഹമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഉള്ളത്. കാരണം എത്ര സ്ഫോടക വസ്തുക്കൾ, ഏതൊക്കെ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു മുൻകരുതലിന്റെ ഭാഗമായി ആളുകളൊക്കെ ഇപ്പോഴും ഒരു പരിധി കഴിഞ്ഞ് കടത്തിവിടുന്നില്ല. ആ വീട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയൊരു സ്ഫോടക വസ്തുക്കളുടെ ശേഖരം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. സമീപത്തെ വീടുകൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.